السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്റദ് എന്ന കിതാബിൽ അടിമകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അവരോട് കാണിക്കേണ്ട കാരുണ്യവും അങ്ങനെയുള്ള ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്ന ബാബുകൾ. അതിൽ ഒന്ന് രണ്ട് ബാബുകൾ കൂടി ആ വിഷയത്തിൽ വരുന്നുണ്ട്. അടുത്ത ബാബു ഹൽ യുജ്ലിസു ഖാദിമഹു മഅഹു ഇദാ അകല. ഒരു യജമാനൻ അല്ലെങ്കിൽ ഒരു അടിമയുടെ ഉടമ അവൻ്റെ അടിമയെ, അവൻ്റെ ജോലിക്കാരനെ ഭക്ഷണം കഴിക്കുമ്പോൾ അവനോടൊപ്പം ഇരുത്തേണ്ടതുണ്ടോ എന്നതാണ് ബാബിന്റെ പേര്. ബാബിലെ ഹദീസുകൾ عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إذا جاء أحدكم خادمه بطعامه. നിങ്ങളുടെ ആരുടെയെങ്കിലും അടുക്കൽ നിങ്ങളുടെ ജോലിക്കാരൻ ഭക്ഷണവുമായിട്ട് വരികയാണെങ്കിൽ, ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ فليجلسه فإن لم يقبل فليناوله منه. ആ ജോലിക്കാരനെയും അല്ലെങ്കിൽ അടിമയെയും അവനോടൊപ്പം, യജമാനൻ അവനോടൊപ്പം ഭക്ഷിക്കാൻ വേണ്ടി ഇരുത്തട്ടെ. ഇനി അവൻ അതിന് തയ്യാറാകുന്നില്ല, യജമാനോടൊപ്പം കഴിക്കാൻ അവൻ തയ്യാറാകുന്നില്ല എങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ആ അടിമക്ക്, ആ ജോലിക്കാരന് നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അടിമയും യജമാനും തമ്മിൽ വലിയ സ്ഥാനവ്യത്യാസമുണ്ട്. ആ സ്ഥാനവ്യത്യാസത്തെക്കാൾ ആ അടിമയോട് കാണിക്കേണ്ട കാരുണ്യവും മര്യാദയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഹദീസിലൂടെ. അടിമയാണെങ്കിലും അവന് ഒപ്പം ഇരുത്തി ഭക്ഷണം നൽകണം. ഇനി ചില അടിമകൾ അതിന് തയ്യാറാവില്ല, യജമാനോടൊപ്പം ഇരിക്കാനൊന്നും തയ്യാറാകാത്ത അവസ്ഥയുണ്ടാവും. ആ സമയത്ത് ആ ഭക്ഷണത്തിൽ നിന്ന് അടിമയ്ക്ക് നൽകണം എന്ന്. عن أبي محذور رحمه الله قال. അബൂ മഹ്ദൂറ എന്ന താബിഈ അദ്ദേഹം പറയാണ്, കുൻതു ജാലിസൻ ഇൻദ ഉമർ റളിയല്ലാഹു അൻഹു. ഞാനൊരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ സദസ്സിലിരിക്കുകയാണ്. ഇദ് ജാഅ സഫ്വാൻ ഇബ്നു ഉമയ്യ ബിജഫ്നത്തിൻ യഹ്മിലുഹാ നഫറുൻ ഫീ അബാഅ. അപ്പോൾ ആ സമയത്ത് സഫ്വാൻ ഇബ്നു ഉമയ്യ ഒരു വലിയ ഭക്ഷണത്തളി കൊണ്ടുവന്നു. വളരെ വലുതാണ്, ഒരു കൂട്ടം ആളുകളാണ്, അതിൽ ഭക്ഷണവും ഉണ്ട്. ആ ഭക്ഷണത്തളിക ഏറ്റിക്കൊണ്ടുവരുന്നത് ഒരു കൂട്ടം ആളുകളാണ്, വളരെ വലിയ ഒരു ഭക്ഷണത്തളികയാണ്. ഫവദഉഹാ ബൈന യദൈ ഉമർ. ആ ഭക്ഷണത്തളിക ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലായിക്കൊണ്ട് ആ കൊണ്ടുവന്ന ആളുകൾ വെച്ചു. ഫദഅ ഉമർ നാസൻ മസാകീന വഅരിഖാഇ മിൻ അരിഖാഇ നാസി ഹൗലഹു. ഉമർ റളിയല്ലാഹു അൻഹു ആ വലിയ ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മിസ്കീനുകളായിട്ടുള്ള, അവിടെ ഉണ്ടായിരുന്ന ദരിദ്രരായ ആളുകളെ ക്ഷണിച്ചു. അതിൽ ദുർബലരായിട്ടുള്ള അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകളെല്ലാം ക്ഷണിച്ചു. ഫഅകലൂ മഅഹു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഖലീഫയായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുമ്പോൾ അവരോടൊപ്പം, അദ്ദേഹത്തോടൊപ്പം ഈ മിസ്കീനുകളും ഭക്ഷണം കഴിച്ചു, ദരിദ്രരും ഭക്ഷണം കഴിച്ചു. ثم قال عند ذلك. ആ സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, فعل الله بقوم او قال لح الله قوما. അല്ലാഹു തആല ഒരു സമൂഹത്തെ നിന്ദിക്കുന്നതാണ്, അല്ലെങ്കിൽ തരം താഴ്ത്തുന്നതാണ്. يرغبون عن أرقائهم أن يأكلوا معهم. അവരുടെ കൂട്ടത്തിലുള്ള ദരിദ്രരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകൾ അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോട് വിമുഖത കാണിക്കുന്ന ആളുകളെ അല്ലാഹു തആല നിന്ദിക്കുന്നതാണ്, തരം താഴ്ത്തുന്നതാണ് എന്ന് പറഞ്ഞു. അതായത് ദരിദ്രരായിട്ടുള്ള ആളുകൾ അവർ
നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനോട് ഒരു വിമുഖത, അല്ലെങ്കിൽ അതിനോട് ഒരു താല്പര്യക്കുറവ്, അതിനോടൊരു അകൽച്ച, അങ്ങനെ കാണിക്കുന്ന ആളുകളെ അല്ലാഹു തആല നിന്ദിക്കുന്നതാണ്, തരം താഴ്ത്തുന്നതാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഫഖാല സുഫ്യാൻ ഇബ്നു ഉമയ്യ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, അമാ വല്ലാഹി, അല്ലാഹുവാണ്, മാ നർഗബു അൻഹും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള താഴ്ന്ന ആളുകളുമായിട്ട് ഞങ്ങൾക്ക് എന്തില്ല, അല്ലെങ്കിൽ അടിമകളുമായിട്ട് ഞങ്ങൾക്ക് അവരോട് വിമുഖതയൊന്നുമില്ല. വലാകിന്നാ നസ്തഅ്സിറു അലൈഹിം, പക്ഷേ അവരെക്കാൾ, അടിമകളെക്കാളും താഴ്ന്ന ജോലിക്കാരെക്കാളും കുറച്ച് പദവിയിലാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം, അത്രമാത്രം. ലാ നജിദു വല്ലാഹി മിനത് തുആമി ത്വയ്യിബ് മാ നഅകുലു വനുത്ഇമുഹും, ഞങ്ങൾക്കൊരു വിശിഷ്ടമായ ഭക്ഷണം ഞങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നൽകാതെ ഞങ്ങൾ കഴിക്കാറില്ല എന്ന് ഈ സ്വഹാബി ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഉമർ റളിയല്ലാഹുവിനോട് പറയാം. അതായത് ഉമർ റളിയല്ലാഹു ഖലീഫയാണ്, അവിടുത്തെ മഹത്തായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവിടെ ഈ ഒരു സംഭവത്തിലൂടെ ഇവിടെ മനസ്സിലാക്കി തരുന്നത്. അഥവാ അദ്ദേഹത്തിന് വേണമെങ്കിൽ ശ്രേഷ്ഠഡ് ആയിട്ടുള്ള ആളുകളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം, വലിയ സ്ഥാനത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭക്ഷണ തളികയിലേക്ക്, തനിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ദരിദ്രരായ ആളുകളെ ക്ഷണിച്ച് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സാധുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കിബിറ് കാണിച്ച്, അഹങ്കാരം കാണിച്ച്, പെരുമ കാണിച്ച്, വിമുഖത കാണിക്കുന്ന ആളുകളെ അള്ളാഹു നിന്ദിക്കുമെന്ന് പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മോശപ്പെട്ട ഭക്ഷണമാണ് ഒരു വലീമയിലേക്ക്, ഒരു കല്യാണത്തിന്റെ ഭക്ഷണത്തിലേക്ക് സാധുക്കളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാത്ത സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന കുടുംബമഹിമുള്ള ആളുകളെ മാത്രം വിളിച്ച് ഭക്ഷണം നൽകുന്ന വലീമയിലെ ഭക്ഷണം മോശപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോ മിസ്കീനുകളോട്, നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മുടെ ചുറ്റുമുള്ള ദരിദ്രരായിട്ടുള്ള ആളുകളോട് അവരോട് റിഫ്ഖ് കാണിക്കുന്നതിന്റെ, കാരുണ്യം കാണിക്കുന്നതിന്റെ ഭാഗമാണ് അവരോടൊപ്പം, അവരെ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരുത്തുക, അല്ലെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അടുത്ത ബാബു ഇദാ നസഹൽ അബ്ദു ലിസയ്യിദിഹി, ഒരടിമ അവന്റെ യജമാനനോട് കൂറ് പുലർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. ഒരടിമ അവന്റെ യജമാനനോട് കൂറ് പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട് عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال, ابن عمر رضي الله عنه ذكرയാണ്, إن العبد إذا نصح لسيده, ഒരടിമ അവന്റെ യജമാനനോട് കൂറ് പുലർത്തുകയാണ്, وأحسن عبادة ربه, അവനവന്റെ റബ്ബിനോടുള്ള ഇബാദത്തും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുകയാണ്, فله أجره مرتين, അവന് 2 തവണ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു. അതായത് ഒരടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യക്ക് ഭർത്താവിനോട് എങ്ങനെയാണോ കടമകൾ ഉള്ളത്, അതുപോലെ മറ്റാരേക്കാളും, സ്വന്തം മാതാപിതാക്കളെക്കാളും മറ്റാരേക്കാളും എല്ലാം ഒരടിമയ്ക്ക് കടമപ്പെട്ടുള്ള ആരോടാണ്? യജമാനോടാണ്. യജമാനെ വിട്ടിട്ട്, ഒരു യജമാനന്റെ അടിമയാണെങ്കിൽ, മുസ്ലിമായ ഒരു അടിമയാണെങ്കിൽ ആ യജമാനെ വിട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഓടിപ്പോകാൻ പാടില്ല, അത് തെറ്റാണ്. അതുകൊണ്ടാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എല്ലാം പല യുദ്ധത്തിലും പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. കാരണം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരാളുടെ അടിമയായിട്ട് നിൽക്കുകയായിരുന്നു. ആ യജമാനൻ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് മുസ്ലിമായിട്ടും യുദ്ധത്തിന് പോകേണ്ടതായിട്ടും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? കൊണ്ടുപോയിട്ടില്ല. അപ്പൊ യജമാനോടുള്ള കടമ വളരെ ശ്രദ്ധയോടുകൂടി പാലിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു അടിമ മുസ്ലിം ആണെങ്കിൽ അവൻ യജമാനോട് കൂറ് പുലർത്തുന്നുണ്ട്, യജമാനൻ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നുണ്ട്, യജമാന്റെ സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്, കച്ചവടം നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതേസമയം വഹ്സന ഇബാദത്ത് റബ്ബിഹി, അവന്റെ റബ്ബിനോടുള്ള ഇബാദത്ത്, അള്ളാഹുവിനെ ആരാധിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 കാര്യം കൂടി ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലഹു അജ്റുഹു മർറതൈൻ, അവന് 2 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. കാരണം അവന്റെ 2 കാര്യങ്ങളും ചേർത്തു. അതായത് യഥാർത്ഥ ഉടമയായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഇബാദത്തും അവൻ ചെയ്തു, അവനെ ഈ ഭൂമിയിൽ യജമാനനായി അവനെ ഏൽപ്പിച്ചിട്ടുള്ള ആളോടുള്ള കടമകളും അവൻ നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ആ 2 പ്രതിഫലവും അവന് നൽകപ്പെടും എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോ നമുക്ക് ബാധ്യതകൾ നിർവഹിക്കേണ്ട ആളുകൾ നമ്മുടെ മുകളിലുണ്ടെങ്കിൽ, നമുക്കുണ്ടെങ്കിൽ, അവരോടുള്ള കടമകൾ നിർവഹിക്കുകയും അതേപോലെ അള്ളാഹുവിനോടുള്ള ബാധ്യതയെ നിർവഹിക്കുകയും ചെയ്താൽ ഇതുപോലെ നമുക്കും ഇരട്ടി പ്രതിഫലം ഉണ്ടാവും എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോ നമുക്ക് ആരോടൊക്കെയാണോ ബാധ്യതയുള്ളത്, കടമകളുള്ളത്, അത് യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ ഏറ്റവും ശ്രദ്ധയോടുകൂടി നാം ശ്രദ്ധിക്കണം.
عن أبي موسى رضي الله عنه قال لهم رسول الله صلى الله عليه وسلم أبو موسى رضي الله عنه ذكر അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ثلاثة لهم أجران മൂന്ന് കൂട്ടർ ആ മൂന്ന് കൂട്ടർക്ക് രണ്ട് ഇരട്ടി പ്രതിഫലമുണ്ട് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു മൂന്ന് കൂട്ടം ആളുകൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു ഒന്നാമത്തെ ആൾ പറഞ്ഞു റജുലുൻ മിൻ അഹ്ലിൽ കിതാബി ആമന ബിനബിയിഹി വആമന ബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഹു അജ്റാൻ അഹ്ലുൽ കിതാബ് പെട്ട ഒരാൾ അഥവാ ജൂത നസാറാക്കളായിട്ടുള്ള ഒരാൾ അവനിലേക്ക് നിയോഗിക്കപ്പെട്ട നബി ആരാണോ ആ നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു പല ആളുകളും കാണാൻ സാധിക്കും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ജൂത റബ്ബിമാരായിട്ടിരുന്ന പല ആളുകൾ അതുപോലെ നസ്രാനികളായിരുന്ന ആളുകൾ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു അങ്ങനെ ഈ അവരുടെ നബിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച് അവർക്ക് രണ്ട് പ്രതിഫലം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരാളെ പറഞ്ഞു വൽ അബ്ദുൽ മംലൂക് ഇദാ അദ്ദാ ഹഖ്ഖല്ലാഹ് വഹഖ്ഖ മവാലി വഫി റിവായത്തിൻ ഹഖ്ഖ മലീകി രണ്ടാമത്തെ ഒരാൾ ഒരു അടിമ ആ അടിമ അള്ളാഹുവിനോടുള്ള ബാധ്യത വീട്ടി കൊടുക്കുന്നു അതുപോലെ തന്നെ അവന്റെ യജമാനോടുള്ള ബാധ്യത വീട്ടി കൊടുക്കുന്നു ഈ രണ്ട് കടമകൾ വീട്ടുന്നത് കൊണ്ട് അവനും രണ്ട് പ്രതിഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞു അടുത്ത ഒരാളെ പറഞ്ഞു വറജുലുൻ ഒരു വ്യക്തി കാനത് ഇൻദഹു ആമത്തുൻ യതഉഹാ അവന് ഒരു അടിമപ്പെണ്ണുണ്ട് അവനൊരു അടിമ സ്ത്രീയുണ്ട് ആ അടിമ സ്ത്രീയുമായിട്ട് അവൻ ശാരീരിക ബന്ധം പുലർത്തുന്നു അനുവദനീയമായിട്ടുള്ള കാര്യമാണ് ഭാര്യമാരെ പോലെ ഫഅദ്ദബഹാ ഫഅഹ്സന തഅദീബഹാ അങ്ങനെ ആ അടിമ സ്ത്രീയെ ഏറ്റവും നല്ല രീതിയിൽ അദബ് മര്യാദകൾ പഠിപ്പിക്കുന്നു വഅല്ലമഹാ ഫഅഹ്സന തഅലീമഹാ ആ അടിമ സ്ത്രീയോട് ഏറ്റവും നല്ല രീതിയിൽ അവൾക്ക് അറിവ് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നു അഥവാ അവന്റെ അധികാരത്തിലുള്ള അടിമ സ്ത്രീയാണ് ആ അടിമ സ്ത്രീയുമായിട്ട് അവന് അനുവദനീയമായ ബന്ധമുണ്ട് അതേപോലെ തന്നെ അവൻ ഏറ്റവും നല്ല രീതിയിൽ അദബ് പഠിപ്പിക്കുകയും ഇൽമു പഠിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അങ്ങനെ അവളെ സ്വതന്ത്രയാക്കുന്നു എന്നിട്ട് അവൻ വിവാഹം കഴിക്കുന്നു സ്വതന്ത്രയാക്കിയതിനു ശേഷം മഹർ നൽകി അവളെ വിവാഹം കഴിച്ച് ഭാര്യയാക്കുന്നു ഫലഹു അജ്റാൻ അവനും രണ്ട് പ്രതിഫലം ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി അപ്പൊ ഈ മൂന്ന് കൂട്ടർക്ക് അവർ ഒരേ കർമ്മം അല്ലെങ്കിൽ അവർക്ക് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ രണ്ട് പ്രതിഫലം കിട്ടുന്നത് ഒന്നാമത്തെ ആളെ പറ്റി പറഞ്ഞ എന്താ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണോ ആ നബിയിൽ വിശ്വസിച്ചു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു രണ്ടാമത്തെ ആളെന്താ അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നുണ്ട് അവന്റെ യജമാനോടുള്ള കടമകൾ നിർവഹിക്കുന്നുണ്ട് മൂന്നാമത്തേത് അവൻ അനുവദനീയമായിട്ടുള്ള അടിമ സ്ത്രീയെ ഏറ്റവും നല്ല രീതിയിൽ ഇൽമ നൽകി പഠിപ്പിച്ച് അവൻ സ്വതന്ത്രയാക്കി അവൻ വിവാഹം കഴിച്ച് അവന്റെ ഭാര്യയാക്കുന്നു ഈ മൂന്ന് കൂട്ടർക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം അപ്പോൾ ഇതെല്ലാം ഒരു അടിമ യജമാനോട് കാണിക്കേണ്ട കൂറ് പുലർത്തേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മംലൂകു അല്ലദീ യുഹ്സിനു ഇബാദത റബ്ബിഹി വയുഅദ്ദി ഇലാ സയ്യിദിഹി അല്ലദീ ഫറദ ത്വാഅത വൻ നസീഹത ലഹു അജ്റാൻ നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെയാണ് അടുത്ത ബാബു അൽ അബ്ദി റാഇൻ ഒരു അടിമ അവന്റെ യജമാനന്റെ കച്ചവടമാവട്ടെ സ്വത്താവട്ടെ അതിന്റെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കേണ്ടവനാണ് എന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് അതായത് ഒരു യജമാനന് ഒരു അടിമയുണ്ടെങ്കിൽ ആ യജമാനൻ അവന്റെ ജോലിയും അവന്റെ കച്ചവടവും അവന്റെ കാര്യങ്ങളൊക്കെ അടിമയാണ് ഏൽപ്പിക്കുക അപ്പൊ അടിമയ്ക്ക് ആ യജമാനന്റെ ആ സ്വത്തിന്റെ മേലെയും കച്ചവടത്തിന്റെ മേലെയും എല്ലാം ഉത്തരവാദിത്തമുണ്ട് റാഇൻ എന്ന പദം പൊതുവെ ഉപയോഗിക്കാറുള്ളത് ആടിനെ എല്ലാം മേയ്ക്കുന്ന ആളുകൾക്കാണ് കുറെ ആടിനെ ഒരാൾ മേയ്ച്ച് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ അവൻ റാഇയാണ് ആ ആടിനെ നോക്കി നടത്തുന്ന ആളാണ് അതുപോലെ ഓരോ ആളുകൾക്കും ഓരോ മേൽനോട്ടം വഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഹദീസ് തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال ابن عمر رضي الله عنه بريان النبي صلى الله عليه وسلم പറഞ്ഞു ألا كلكم راع وكلكم مسؤول عن رعيته
നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെല്ലാവരും ഒരു മേൽനോട്ടം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ ഓരോരുത്തരോടും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും, നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ്. ഫൽ അമീറുൽ ലദീ അലന്നാസി റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി. ഒരു ജനങ്ങളുടെ അമീറായിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളെ ജനങ്ങളുടെ അമീറായി, നേതാവായിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അമീറിനോട് അവന്റെ കീഴിലുള്ള ആ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ജനങ്ങളോട് അവൻ നിർവഹിച്ചു കൊടുക്കേണ്ട കടമകൾ നിർവഹിച്ചോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും അല്ലാഹു തആല ചോദിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്, എന്തെങ്കിലും കുറച്ച് ആളുകളുടെ കാര്യം മേൽനോട്ടം നൽകിയിട്ടുണ്ട് എങ്കിൽ ആ മേൽനോട്ടം നിർവഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് അല്ലാഹു തആല നമ്മളോട് അതിനെപ്പറ്റി ചോദിക്കും. അപ്പോൾ ഏതൊരു സ്ഥാനത്തും നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബാധ്യതയും കടമയുമാണ്. ദുനിയാവിൽ മാത്രം അതിന് ഉത്തരം പറഞ്ഞാൽ പോരാ, നാളെ പരലോകത്ത് അല്ലാഹു തആല അതിനെക്കുറിച്ച് ചോദിക്കും. എന്നിട്ട് പറഞ്ഞു, വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി. ഓരോ വ്യക്തിയും അവന്റെ കുടുംബത്തിന്റെ മേലെയുള്ള മേൽനോട്ടം നൽകപ്പെട്ടവനാണ്, അവന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നൽകപ്പെട്ടവനാണ്. അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അങ്ങനെയുള്ള അവന്റെ കുടുംബത്തിന്റെ. വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി. അവന്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. നമ്മുടെ കീഴിലുള്ള ആളുകൾ, നമ്മുടെ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർ എന്തെങ്കിലും ഹറാമിലേക്ക് നമ്മൾ വഴി തുറന്നു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് കൽപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൽപ്പിക്കുന്നില്ല, അവരോട് വിരോധിക്കേണ്ട കാര്യങ്ങൾ വിരോധിക്കുന്നില്ല, അവരുടെ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, അഥവാ ദീനിയായിട്ടുള്ളതും അതുപോലെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും നമ്മൾ നമ്മുടെ മേലെയുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മോട് ചോദിക്കപ്പെടും. നിനക്ക് ഏൽപ്പിക്കപ്പെട്ട നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, അവരോട് നീ ചെയ്ത ബാധ്യത എന്താണ്, അവരോട് നിനക്കുള്ള ഉത്തരവാദിത്തം നീ നിർവഹിച്ചുവോ എന്ന് നമ്മോട് ചോദിക്കപ്പെടും. വെറും ഭക്ഷണം കൊടുക്കലല്ല ഉദ്ദേശം. അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തോ, അവർക്ക് ധരിക്കാൻ വസ്ത്രം കൊടുത്തോ, അവർക്ക് താമസിക്കാൻ പാർപ്പിടം കൊടുത്തോ എന്നത് മാത്രമല്ല, അത് ബാധകമാണ്. പക്ഷേ അവര് ദീനിയായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ദീനി പഠിപ്പിച്ചു കൊടുത്തോ, അവരോട് നിസ്കരിക്കാൻ കൽപ്പിച്ചോ, അവർക്ക് ഹറാമുകളിലേക്ക് അവർ പോകുമ്പോൾ അതിനെ തടഞ്ഞോ എന്നീ കാര്യങ്ങളും ചോദിക്കും. നമ്മുടെ വീടിന്റെ കാര്യത്തിൽ, നമ്മുടെ കീഴിലുള്ള ആളുകളുടെ വിഷയത്തിൽ നമ്മൾ ചോദിക്കപ്പെടുന്നവരാണ്. എന്നിട്ട് പറഞ്ഞു, വഅബ്ദുർ റജുലി, ഒരു മനുഷ്യന്റെ അടിമ, റാഇൻ അലാ മാലി സയ്യിദിഹി. ഒരു അടിമ അവന്റെ യജമാനന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ ചോദിക്കപ്പെടുന്നതാണ്. വഹുവ മസ്ഊലുൻ അൻഹു. അവൻ അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും. അഥവാ ഇപ്പൊ നമ്മളൊരാളുടെ യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും യജമാനന്റെ സമ്പത്തും കച്ചവടവും എല്ലാം നമ്മളായിരിക്കും കാര്യങ്ങൾ നോക്കുന്നുണ്ടാവുക. അപ്പോ ആ കാര്യം നമ്മുടെ മേലെ ഏൽപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. അല്ലാഹു തആല ചോദിക്കും നാളെ അതിനെക്കുറിച്ച് നമ്മളോട്. അത് ഏൽപ്പിച്ചതുപോലെ അതിനോട് കാണിക്കേണ്ട കൂറ് പുലർത്തിയിട്ടുണ്ടോ, അത് ചെയ്യേണ്ടത് പ്രകാരം ചെയ്തിട്ടുണ്ടോ, ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മുടെ ബാധ്യതയാണ്. ആളുകൾ കാണുന്നുണ്ടോ, യജമാനൻ കണ്ടോ, യജമാനൻ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു അടിമയാണെങ്കിൽ, അഥവാ അടിമയും ഉടമയും എന്നുള്ള സംവിധാനത്തിലാവട്ടെ, ജോലിക്കാരനും യജമാനൻ എന്നുള്ള സംവിധാനത്തിലാവട്ടെ, ആ ഉടമസ്ഥന്റെ, യജമാനന്റെ സമ്പത്തിന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവനാണെങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹു തആല ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറയാറുള്ളത്, ജോലി എന്ന് പറഞ്ഞാൽ ഒരു അമാനത്താണ്. ഒരു ജോലി നമുക്കുണ്ട് എങ്കിൽ, ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കടയിൽ ജോലിക്കാരനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ജോലിക്കാരനാണെങ്കിൽ അതൊരു അമാനത്താണ്. ആ അമാനത്ത് നമ്മൾ വീട്ടിൽ കൊടുക്കണം. നമ്മൾ ഒരിക്കലും അതിൽ ചതിയോ വഞ്ചനയോ ഒന്നും കാണിക്കാൻ പാടില്ല. അതുപോലെ ഈ ഹദീസിന്റെ ചില റിവായത്തിൽ കാണാം, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വഹിയ മസ്ഊലത്തുൻ. ഒരു സ്ത്രീ, ആ സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിന്റെ കാര്യങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ച് മേൽനോട്ടം നൽകപ്പെട്ടവരാണ്, അവളെ കുറിച്ച് അതിനോട് ചോദിക്കപ്പെടും. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ മക്കൾ, അവൾക്ക് ഭർത്താവിൽ ജനിച്ചിട്ടുള്ള മക്കൾ, അതുപോലെ ഭർത്താവിന്റെ സമ്പത്ത്, ഭർത്താവിന്റെ വീട്, ആ കാര്യങ്ങൾ അവൾ കൊണ്ടു നടക്കേണ്ടത് മുറപ്രകാരം കൊണ്ടു നടക്കുക എന്നുള്ളത് അവളുടെ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് അവളോട് ചോദിക്കപ്പെടും. അല്ലാഹു തആല എനിക്ക് ചോദിക്കപ്പെടും. ഈ ഹദീസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും എല്ലാ മേഖലയിലും നമ്മെ ഏറ്റവും സത്യസന്ധതയോടുകൂടി
ആ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ചെയ്യാൻ നമുക്ക് പ്രേരണയേകുന്ന ഒരു കാര്യമാണ് ഈ ഹദീസിലെ ഓരോ കാര്യങ്ങളും. ഒരു സ്ത്രീ ആണെങ്കിൽ അവളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ, പുരുഷനാണെങ്കിൽ അവന്റെ കീഴിലുള്ള ആളുകൾ, ജോലിക്കാരനാണെങ്കിൽ അവനെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ മേഖലയിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഹദീസാണിത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയുന്നു, സമീഅതു ഹഉലായി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടതാണ്. വഹ്സിബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ സംശയത്തോടു കൂടി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൂടി പറഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, വറജുലു ഫീ മാലി അബീഹി, ഒരു ഉപ്പയുടെ സമ്പത്തിന്റെ വിഷയത്തിൽ ഒരു മകനോട് അവനോടും ചോദിക്കപ്പെടും എന്ന് വന്നിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട് എന്ന നിലയ്ക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഒരു സംശയമാണ്, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ഉറപ്പില്ല, ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാക്കാണ്. അപ്പൊ നേരത്തെ ഹദീസിൽ പറഞ്ഞാൽ തന്നെ ഒരു ഉപ്പയുടെ മകനായി നിൽക്കുമ്പോൾ ഉപ്പയുടെ സമ്പത്ത് ഏൽപ്പിക്കപ്പെട്ടവനാണെങ്കിൽ അതും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഏതൊരു കാര്യവും നാളെ ഒരു സംശയമില്ലാതെ നാം നിൽക്കേണ്ടി വരുന്ന പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മോട് ചോദിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മേലെയുള്ള ബാധ്യതകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കണം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്, പിന്നെ നമ്മുടെ ചില മുസ്ലിം പെൺകുട്ടികളുടെ തന്നെ വേഷവും വസ്ത്രവും എല്ലാം. നമുക്ക് തോന്നിപ്പോകും, ഇവരുടെ വീട്ടിലൊന്നും ആണുങ്ങളില്ലേ, പുരുഷന്മാരില്ലേ, ഇവർക്കൊന്നും ഉപ്പയില്ലേ, ഇവർക്ക് ചെലവിന് കൊടുക്കുന്ന അല്ലെങ്കിൽ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഉപ്പമാരില്ലേ എന്നുള്ളത്. കാരണം ശരീരത്തിന്റെ ശരിക്കും ഔറത്ത് മറക്കാതെ ശരീരത്തിന്റെ ഘടനകൾ പ്രകടമാകുന്ന അവസ്ഥയിൽ നടക്കുന്ന വേഷം ധരിക്കുന്ന സ്ത്രീകളെ കാണാം. ഓരോ ഉപ്പമാരും മനസ്സിലാക്കേണ്ടത് അവരുടെ കീഴിലുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്നുള്ളത് അവർക്ക് ഒന്നുകൂടിയും സുരക്ഷിതമായിട്ട് വളർത്താൻ സാധിക്കുന്നതാണ്. ആൺകുട്ടികൾ ചിലപ്പോൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര കൺട്രോൾ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ പെൺകുട്ടികൾ ഒരു വീട്ടിൽ നിന്ന് ഈ രീതിയിൽ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ആ ഉപ്പമാർ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. എന്താണ് അവർക്ക് ഞാൻ നൽകിയത്? അവർക്ക് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു, അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വത്ത് ഇവിടെ സമ്പാദിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വിവാഹം ഞാൻ നടത്തി കൊടുത്തു, ഇതെല്ലാം ആളുകൾ പറയുന്നുണ്ടാകും. പക്ഷെ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള ഒന്നും തന്നെ നൽകാതെ ദുനിയവിയായ വസ്തുക്കൾ മാത്രം നൽകി എന്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു എന്ന് വിചാരിക്കുന്ന ധാരാളം ഉപ്പമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് ഏറ്റവും ഒന്നാമതായി നമ്മൾ നൽകേണ്ടത് പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചരിത്രങ്ങളിൽ കാണാം, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മകള് അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പരാതി പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി മുഴുവൻ നിസ്കാരം ഉണ്ടായിരിക്കും. ഒരു ഭാഗത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നതാണെങ്കിൽ പിന്നെ ഒരു ഭാഗത്ത് ഭാര്യയായിരിക്കും, പിന്നെ ഒരു ഭാഗത്ത് മകളായിരിക്കും, പിന്നെ ഒരു ഭാഗത്ത് അടിമയുണ്ടെങ്കിൽ അടിമയായിരിക്കും, ജോലിക്കാരായിരിക്കും. രാത്രി മുഴുവൻ ആ വീട്ടിൽ നിസ്കാരം നടക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ ഒരിക്കൽ മകള് പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ബാക്കിയുള്ള പെൺകുട്ടികൾക്കെല്ലാം ആഭരണങ്ങളും നല്ല അലങ്കാരങ്ങളും ഒക്കെ ഉണ്ട്, എനിക്കൊന്നും ഇല്ലല്ലോ ഉപ്പ എന്നുള്ളത് ചോദിച്ചു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, നിന്റെ ഉപ്പ നിന്നെ രാത്രി നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചെഴുന്നേൽപ്പിക്കുന്നില്ലേ, നിനക്ക് അതിനു വേണ്ടി എഴുന്നേൽപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അതായത് എന്തിനേക്കാളും ദീനിയായിട്ടുള്ള ഒരു സംരക്ഷണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ദുനിയാവിൽ എന്തെല്ലാം കൊടുത്തു വിചാരിക്കുക, എല്ലാം നൽകി വിചാരിക്കുക, നാളെ പരലോകത്ത് നരകത്തിലേക്ക് ഒരു നിമിഷത്തിൽ കിടക്കുന്നതാണെങ്കിൽ ഇതുകൊണ്ടൊക്കെ വല്ല ഉപകാരം ഉണ്ടാവും? ഇല്ല, അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ കീഴിലുള്ള മക്കളെ ചെറുപ്പം മുതൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങേയറ്റം ശുഭത്വം ശാപത്വം നിറഞ്ഞ ഈ ലോകത്ത് ഒരു പ്രായപൂർത്തി എത്തുന്ന ഒരു അവസ്ഥ വരെയാണ് നമുക്കവിടെ മക്കളെ ശരിക്കും കിട്ടുക. ആ സമയത്തെങ്കിലും ഇതെന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് എന്ന നിലക്ക് തന്നെ ഗൗരവത്തിൽ ആ വിഷയത്തെ ശ്രദ്ധിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നാളെ അള്ളാഹുവിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പറയാൻ പറ്റണം, അള്ളാഹു എന്നെ ഏൽപ്പിച്ചത് ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അടുത്ത ബാബു മൻ അഹബ്ബ അൻ യകൂന അബ്ദൻ, ഒരാൾ അടിമയാകാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ബാബ്. അതായത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം സ്വതന്ത്രനായി ജീവിക്കുക എന്നുള്ളതാണ്. അടിമ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ, യജമാനന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ ചില ആളുകൾ അടിമയായാൽ മതി എന്ന് ഇഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബ്ദുൽ മുസ്ലിമു ഇദാ അദ്ദാ ഹഖ്ഖല്ലാഹ് വ ഹഖ്ഖ സയ്യിദിഹി ലഹു അജ്റാൻ. നേരത്തെ പറഞ്ഞ ആശയം,
അഥവാ അള്ളാഹുവിനോടുള്ള ബാധ്യതയും തന്റെ യജമാനോടുള്ള ബാധ്യതയും നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് 2 പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലദീ നഫ്സു അബീ ഹുറൈറ ബിയദിഹി, ആരുടെ കയ്യിലാണോ അബൂ ഹുറൈറയുടെ നഫ്സ് അഥവാ അല്ലാഹു ആണ് സത്യം, ലൗല അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദും വൽ ഹജ്ജും വബിർറു ഉമ്മി, എന്റെ ഉമ്മാക്ക് ചെയ്യുന്ന പുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദും ഹജ്ജ് നിർവഹിക്കലും എന്റെ ഉമ്മാക്ക് ചെയ്യുന്ന പുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ ലഅഹ്ബബ്തു അൻ അമൂത മംലൂകൻ, ഞാനൊരു അടിമയായിട്ട് മരിക്കാൻ വേണ്ടി കൊതിക്കുമായിരുന്നു. കാരണം 2 പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, 2 പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ 3 കാര്യങ്ങൾ എന്താണ്? ഈ 3 കാര്യം ചെയ്യണമെങ്കിൽ അടിമയായാൽ പറ്റൂല. അടിമയാണെങ്കിൽ യജമാന്റെ സമ്മതം വേണം. യജമാന്റെ സമ്മതം ഇല്ലാതെ ജിഹാദിന് പോകാൻ പറ്റൂല. യജമാന്റെ സമ്മതം ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റൂല. യജമാന്റെ സമ്മതം ഇല്ലാതെ ഉമ്മാക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് അങ്ങേയറ്റം പുണ്യം ചെയ്തിരുന്ന സഹാബിയാണ്. അദ്ദേഹം തതവ്വുആയിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ പോലും പോകാറില്ല ഉമ്മാന്റെ മരണം വരെ. അതായത് ഒരു ഹജ്ജത്തുൽ ഇസ്ലാം നിർവഹിച്ചിട്ടുണ്ട്, പിന്നെ ഹജ്ജ് നിർവഹിക്കാൻ അവസരമുണ്ട്. പക്ഷേ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാനെ, അന്നത്തെ യാത്ര എന്താണ്, ഒരുപാട് യാത്രയും ഒരുപാട് സമയമൊക്കെ എടുക്കും. അത്രയും ദിവസം ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നിടത്ത് വീഴ്ച വരുമല്ലോ, ഉമ്മാക്ക് ഞാൻ ഒപ്പം വേണമല്ലോ എന്നുള്ള കാരണത്താൽ തതവ്വുആയ ഹജ്ജിന് പോലും പോകാത്ത ആളാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ 3 കാര്യങ്ങൾ അടിമയായാൽ യജമാനന്റെ അനുവാദം കിട്ടിയിട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3 കാര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അടിമയാകാൻ കൊതിക്കുമായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറയാനുള്ള കാരണം? എന്താ? 2 പ്രതിഫലമുണ്ട്. അടിമയായാൽ യജമാനോടുള്ള കടമ നിർവഹിച്ചാലും അള്ളാഹുവിനോടുള്ള കടമ നിർവഹിച്ചാലും. അതിന്റെ ആകത്തുക നമ്മുടെ മുകളിൽ ആരെങ്കിലും നമ്മുടെ യജമാനായിട്ട് അഥവാ ജോലിയിലോ മറ്റുള്ള സ്ഥാനത്തുണ്ടെങ്കിൽ അവരോട് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യത നമ്മൾ നിർവഹിക്കണം. അതുപോലെ അള്ളാഹുവിനോടുള്ള ബാധ്യതയും നമ്മൾ നിർവഹിക്കണം. പ്രത്യേകിച്ച് അടിമകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യം വന്നിട്ടുള്ളത്. ബാബു ലാ യഖൂലു അബ്ദി, അടുത്ത ബാബ് അബ്ദി എന്ന വാക്ക് പറയാൻ പാടില്ല. അഥവാ ഒരു യജമാനോടും ഒരു ഉടമ അവന് അടിമയുണ്ട് എന്ന് വിചാരിക്കുക, അത് അബ്ദി എന്റെ അടിമ എന്ന വാക്കിലേക്ക് അബ്ദ് എന്നുള്ള പദം പറഞ്ഞുകൊണ്ട് ചേർത്തി പറയാൻ പാടില്ല. عن أبي هريرة رضي الله عنه قال عن النبي صلى الله عليه وسلم قال أبو هريرة رضي الله عنه ذكرنا النبي صلى الله عليه وسلم പറഞ്ഞു لا يقول أحدكم عبدي أمتي, നിങ്ങൾ ഒരാളും എന്റെ അടിമ അല്ലെങ്കിൽ എന്റെ അടിമപ്പെണ്ണ് എന്ന വാക്കിൽ അബ്ദി അമതി എന്ന് ചേർത്തി പറയരുത്. കുല്ലുക്കും അബീദുല്ലാഹ് വകുല്ലു നിസായിക്കും ഇമാഉല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. നിങ്ങളെല്ലാം നിങ്ങളുടെ സ്ത്രീകളെല്ലാം അള്ളാഹുവിന്റെ അടിമ സ്ത്രീകളാണ്. വൽയഖുൽ, പക്ഷേ ഒരാൾ പറയട്ടെ, ഗുലാമി ജാരിയതി വഫതായ് വഫതാതി. അഥവാ അറബി ഭാഷയിൽ അടിമകൾക്ക് ഉപയോഗിക്കുന്നത് തന്നെ വേറെ വാക്കുകളാണ് ഗുലാം. ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടി എന്ന അർത്ഥം. അഥവാ ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടിയാണ് ഗുലാം എന്ന് പറയാം. അപ്പൊ അടിമ ആയിട്ടുള്ള ആളുകളെ ഗുലാമി എന്ന് പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ ജാരിയത്തി എന്ന് പറഞ്ഞാലും ആ പ്രായത്തിലുള്ള അടിമ പെണ്ണുങ്ങളെയാണ് പറയുക, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ ഫത്തായ്, കുറച്ചുകൂടി യുവത്വത്തിലുള്ള ആണുങ്ങളെ പറയുന്നതാണ്. അല്ലെങ്കിൽ ഫറ്റാത്തി, കുറച്ചുകൂടി യുവത്വത്തിൽ എത്തിയിട്ടുള്ള പെണ്ണുങ്ങളെ പറയുന്നതാണ്. അഥവാ അബ്ദി അമതി എന്നുള്ള പദം അടിമയോട് നേരിട്ട് പറയാൻ പാടില്ല. കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യർ ആരുടെ അടിമയാണ്? അള്ളാഹുവിൻ്റെതാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളും പെണ്ണുങ്ങൾ അടിമ പെണ്ണുങ്ങളാണ്, അള്ളാഹുവിൻ്റെതാണ്. അപ്പോ മറ്റൊരു യജമാനൻ അബ്ദി എന്ന് പറയും, അടിമയാണ് എന്ന് പറയും. പക്ഷെ അബ്ദി അമതി എന്ന് സ്വന്തത്തിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ചേർത്തിക്കൊണ്ട് പറയാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്ത ബാബു ഹൽ യഖൂലു സയ്യിദി. ഇനി ഒരു അടിമക്ക് സയ്യിദി എന്റെ നേതാവേ എന്ന രീതിയിൽ അങ്ങനെ പറയാൻ പാടുവോ? عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖൂലന്ന അഹദുക്കും അബ്ദി വ അമതി. നിങ്ങൾ ഒരാളും തന്നെ എന്റെ അടിമപ്പെണ്ണ് എന്ന് പറയരുത്. വലാ യഖൂലന്നൽ മംലൂക് റബ്ബി വ റബ്ബതി. ഒരു അടിമയും യജമാനനെ പറ്റിയിട്ട് എന്റെ റബ്ബ്, എന്റെ റബ്ബത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നസായിട്ട്
എന്റെ യജമാനത്തി എന്ന നിലക്ക് പറയരുത്. ഇവിടെ ഈ പദം ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. കാരണം റബ്ബ് എന്നുള്ളത് ആ റബ്ബ് അള്ളാഹുവിന്റെ നാമമാണ്, അള്ളാഹുവിന് പറയേണ്ടതാണ്. എന്നാൽ റബ്ബ് എന്നുള്ള പൊതുവായിട്ടുള്ള പദത്തെ ഉടമസ്ഥൻ, യജമാനൻ എന്ന വാക്കിൽ അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒരടിമയുടെ റബ്ബാണ് എന്ന പദത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരടിമ ഒരിക്കലും യജമാനനെ എന്റെ റബ്ബ് അല്ലെങ്കിൽ യജമാനത്തി സ്ത്രീയെ റബ്ബത്തി എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽയഖുൽ, ഒരാൾ പറയട്ടെ അവന്റെ അടിമയെ ഫറ്റായ വ ഫറ്റാത്തി, നേരത്തെ പറഞ്ഞ പോലെ വാക്കുകൾ. ഇനി അടിമ യജമാനനെ പറയട്ടെ വസയ്യിദി വസയ്യിദതി, എന്റെ സയ്യിദ്, എന്റെ സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോ മലയാളത്തിൽ ഉടമസ്ഥൻ എന്നുള്ള ആശയത്തിൽ തന്നെ നേതാവ് എന്നൊക്കെ അർത്ഥം പറയും. അങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. കുല്ലുക്കും മംലൂകൂൻ വറബ്ബു അല്ലാഹു അസ്സ വജൽ, കാരണം നിങ്ങൾ എല്ലാവരും യഥാർത്ഥ രൂപത്തിൽ എന്താണ്? അടിമകളാണ്. നിങ്ങൾ എല്ലാവരും അടിമകളാണ്. റബ്ബ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുമാണ്. അതുകൊണ്ട് റബ്ബ്, റബ്ബത്തി എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന് വന്നത് കാണാം. عن مطرف رضي الله عنه قال أبي مطرف رضي الله عنه അദ്ദേഹത്തിന്റെ ഉപ്പ പറഞ്ഞ ഒരു റിവായത്ത് പറയാണ്, انطلقت في وفد بني عامر الى النبي صلى الله عليه وسلم. ഒരിക്കൽ ബനു ആമിർ ഗോത്രത്തിൽ, മുത്തരിഫ് റളിയല്ലാഹു അൻഹു ഉപ്പ പറയാണ്, ബനു ആമിർ ഗോത്രത്തിൽ ഇസ്ലാം സ്വീകരിച്ച പുതിയ ആളുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തിയ സമയത്ത് ഞാനും അവരോടൊപ്പമുണ്ട്. ഫഖാലു, അപ്പോ ബനു ആമിർ ഗോത്രക്കാർ പറഞ്ഞു, അൻത സയ്യിദുനാ, നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണ് എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സയ്യിദു അല്ലാഹ്, സയ്യിദ് എന്നുള്ളത് അല്ലാഹു ആണെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ നാമത്തിലൊരു നാമാണ് എന്ത്? സയ്യിദ് എന്നുള്ളത്. സയ്യിദ് അല്ലാഹു ആണെന്ന് പറഞ്ഞു. ഖാലു, അപ്പോൾ ആ ബനു ആമിർ ഗോത്രക്കാർ പറഞ്ഞു, അഫ്ളലുനാ ഫദ്ലൻ വഅഅ്ളമുനാ തൗലൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫദ്ലുള്ളതും ഏറ്റവും മഹത്വമുള്ളതും ആള് നിങ്ങളാണെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു ബിഖൗലിക്കും, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി, ഫലാ യസ്തജ്രിയന്നകും ശൈത്താൻ, പക്ഷെ ശൈത്താൻ നിങ്ങളെ പരിധി വിടിയിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതായത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു കൂട്ടം ആളുകൾ, ബനു ആമിർ ഗോത്രം വന്നിട്ട് അവര് പറയാണ്, അൻത സയ്യിദുന, നിങ്ങളാണ് ഞങ്ങളുടെ സയ്യിദ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സയ്യിദ് അല്ലേ? അതെ. കാരണം ഹദീസിൽ തന്നെ വന്നിട്ടുള്ളതാണ്, സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്, നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത സയ്യിദുന എന്ന് പറഞ്ഞപ്പോൾ അസ്സയ്യിദു അല്ലാഹ്, യഥാർത്ഥ രീതിയിലുള്ള നേതാവും മാതൃകയാക്കേണ്ടത് അള്ളാഹു ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ പറയാനുള്ള കാരണം, ഒന്നാമത്തേത് അവർ പുതു മുസ്ലിമീങ്ങളാണ്. രണ്ടാമത്തേത് അവർ പറഞ്ഞത് മഹത്വപ്പെടുത്താൻ എന്നുള്ള ഉദ്ദേശത്തിലാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകേണ്ട ഒരു സ്ഥാനമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പുതുമുസ്ലിമീങ്ങളായിട്ടുള്ള ഈ ആളുകൾ, ഈമാൻ അള്ളാഹുവിലുള്ള വിശ്വാസം യഥാർത്ഥ രൂപത്തിൽ ഉറക്കാത്ത ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തപ്പോൾ അത് തടഞ്ഞു നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സയ്യിദു അല്ലാഹ് എന്ന് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് തന്നെയാണ്? നമ്മുടെ സയ്യിദ് തന്നെയാണ്. എന്നാൽ അത് പറഞ്ഞപ്പോൾ അവർ വീണ്ടും ഫദ്ല് കൊണ്ടും അളമത്ത് കൊണ്ടും നിങ്ങളാണ് വലിയ ആൾ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നിങ്ങൾ പറഞ്ഞോളി, പക്ഷേ ശൈത്താൻ നിങ്ങളെ പരിധി വിടിയിപ്പിക്കുന്നത് നിങ്ങൾ നോക്കുക, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീദിന്റെ രൂപത്തിൽ പറയാം. കാരണം മുൻപുണ്ടായിരുന്ന നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും വിഷയത്തിൽ അതിരുവിട്ടതാണ് ആ സമൂഹങ്ങൾക്ക് എന്തുണ്ടായത്? ശിർക്കിലെത്താൻ കാരണമായത്. എന്താണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനുണ്ടായത്? ഈസാ നബി അലൈഹി ഇസ്ലാമിന് നൽകേണ്ട സ്ഥാനത്തിന്റെ അപ്പുറത്തേക്ക് പുകഴ്ത്തുകയും വാഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്തപ്പോൾ അവർ ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണ് എന്നുള്ള വാദത്തിൽ പറഞ്ഞു, അള്ളാഹു തന്നെയാണെന്ന് പറഞ്ഞു. അവരങ്ങനെ പിഴച്ചുപോയി ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളായി മാറി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്നെ അൻത സയ്യിദുന എന്ന വാക്ക് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ തടയാനുള്ള കാരണം. ഇത് തടയുന്നത് ദീനിൽ അറിയപ്പെട്ട ഒരു ഖായിദയുണ്ട്, സദ്ദു ദറാഇ എന്ന് പറയും. അഥവാ ഒരു അപകടത്തിലേക്ക് പോകും എന്നുണ്ടെങ്കിൽ ആ അപകടത്തിലേക്ക് എത്തുന്ന മറ്റു കാരണങ്ങളെ തടഞ്ഞു നിർത്തുന്നത്.
ഒരു അപകടത്തിലേക്ക് എത്തുമെന്നുണ്ടെങ്കിൽ ആ അപകടത്തിലേക്ക് എത്തുന്ന മറ്റു കാരണങ്ങളെയും തടഞ്ഞു നിർത്താനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനാണ് സദ്ദു ദറായ എന്ന് പറയുന്നത്. ഇതിന്റെ ധാരാളം മേഖലകളിൽ ഈ നിയമം, ഈ ഖായിദ ബാധകമായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് കാണാം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ പരിധി വിട്ടുകൊണ്ട് പ്രശംസിച്ച് ശിർക്കിന്റെ ആളുകളായി മാറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ അസ്സയ്യിദു അല്ലാഹ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ടായിരുന്നു. അടുത്ത ബാബ് ബാബുർ റജുലു റാഇൻ ഫി അഹ്ലിഹി. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഹദീസിന്റെ ആശയത്തോട് യോജിച്ചു വരുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ മേലെ ഉത്തരവാദിത്തം, മേൽനോട്ടം നൽകപ്പെട്ടിട്ടുള്ള അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആളാണ് ഓരോ പുരുഷനും എന്നറിയിക്കുന്നതാണ്. عن أبي سليمان مالك بن الحويرث رضي الله عنه قال أتينا النبي صلى الله عليه وسلم ونحن شبابة متقاربون. അദ്ദേഹം പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഞങ്ങൾ യുവാക്കളായിരുന്നു, ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങളെല്ലാവരും ഒരേ പ്രായത്തിനോട് അടുത്തിട്ടുള്ള യുവത്വത്തിലുള്ള ആളുകളായിരുന്നു. فقمنا عنده 20 ليلة. അപ്പോ അവര് ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ദീന് പഠിക്കാൻ വേണ്ടി വേറെ നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ്. അങ്ങനെ അവർ മദീനത്തെത്തി 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം താമസിച്ചു, അഥവാ മദീനത്ത് താമസിച്ചു. അങ്ങനെ 20 ദിവസമായിട്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കുടുംബവും വീടൊക്കെ വിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി ഇവരുടെ വീട്ടുകാരെ കുറിച്ചുള്ള ആലോചനയും ചിന്തയിലും ആയിരിക്കും, ഇവരെ വീട്ടുകാരുടെ അടുക്കലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാകുന്നു. അതായത് കുറച്ച് ആളുകൾ 20ഓളം കുറച്ച് ആളുകൾ യുവാക്കളായിട്ടുള്ള ആളുകൾ വീട്ടിലത്തെ ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് ദീന് പഠിക്കാൻ വേണ്ടി മദീനത്ത് വന്ന് 20 ദിവസം താമസിക്കുക. അപ്പോൾ താമസിച്ച് ദീന് വിശ്വാസം ഓരോ ദിവസവും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ 20 ദിവസം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി ഇവര് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, വീട്ടിലത്തെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഇവർ പേടിക്കുന്നുണ്ടാകും, ഇവർ ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞങ്ങളുടെ കുടുംബത്തിലെ വിട്ടുപോകുന്ന ആളുകൾ പിന്നെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് വീട്ടിലത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, വീട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാന്നൊക്കെ അറിയിച്ചു. അഥവാ ഓരോ ആളുകൾ അവരാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഉത്തരവാദിത്തമുള്ളതൊക്കെ അവർക്കാണ്. വക്കാന റഫീഖൻ റഹീമൻ. ഈ സഹാബികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം കൃപയുള്ള, അങ്ങേയറ്റം കാരുണ്യമുള്ള ആളായിരുന്നു. അപ്പൊ ഇവരൊക്കെ വീട്ടില് ഉത്തരവാദിത്തമുള്ള, ഇവര് അധ്വാനിച്ചു കൊടുത്തിട്ട് വേണം വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കാൻ, അങ്ങനെയുള്ള ആളുകളാണ് ഈ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരോട്, ഇർജിഉ ഇലാ അഹ്ലീകും, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക. ഫഅല്ലിമൂഹും വമുറൂഹും, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ പഠിച്ചതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അവരോട് ദീനിന്റെ കൽപ്പനകൾ കൽപ്പിക്കുക. വസല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കണ്ട പോലെ നിങ്ങൾ നിസ്കരിക്കുക. ഫൈദാ ഹദറത്തിസ് സ്വലാത്തു ഫലിയുഅദ്ദിൻ ലക്കും അഹദുക്കും, നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് കൊടുക്കുക. വൽ യുഅമ്മക്കും അക്ബറുക്കും, അങ്ങനെ നിങ്ങളിൽ ഏറ്റവും വലിയ ആള്, പ്രായം കൊണ്ടും അറിവ് കൊണ്ടും മൂത്തതായിട്ടുള്ള ആള് അങ്ങനെ ഇമാമ് നിന്ന് നിസ്കരിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് അവരെ വിട്ടു. ഇത് ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ട, ഇവിടെ ഈ ഹദീസ് ഇവിടെ കൊടുത്ത ബാബ് എന്താണ്, ഓരോ കുടുംബത്തിന്റെയും മേൽനോട്ടം വഹിക്കേണ്ട ആളുകളാണ് ആ കുടുംബത്തിലെ പുരുഷന്മാർ, ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇസ്ലാം സ്വീകരിച്ച് ദീന് പഠിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അപ്പൊ 20ഓളം ദിവസം കുടുംബം വിട്ട് മാറി നിൽക്കുമ്പോ ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും എന്നുള്ള ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം കൃപയും കാരുണ്യമുള്ള ആളായതുകൊണ്ട് തന്നെ ഇവർ ഇത്ര ദിവസം മാറി നിന്നാല് ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും, പരിതാപകരമായിരിക്കും എന്ന് അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, അവരോട് തിരിച്ച് പോകാൻ പറയാണ്, തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് പോകാൻ പറയാണ്. എന്നിട്ട് കുടുംബത്തിലേക്ക് വെറുതെ പോകാനല്ല, കുടുംബത്തിലേക്ക് പോയിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അവർ പഠിച്ച ദീനി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അവരോട് ദീനിന്റെ കൽപ്പനകൾ കൽപ്പിക്കണം,
അതുപോലെ തന്നെ നിസ്കാരത്തിന് സമയമായാൽ നിങ്ങളുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരാൾ ബാങ്ക് കൊടുക്കുകയും ബാക്കിയുള്ള അതിൽ അറിവുള്ള ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന, ഖുർആനിൽ അറിവുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിവുള്ള ആൾ ഇമാമ് നിന്നിട്ട് ബാക്കിയുള്ളവർ ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം അവരുടെ അടുക്കൽ ദീന് പഠിക്കാൻ വരുന്ന ആളുകൾ പലപ്പോഴും ദീനോടുള്ള ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടും പഠിക്കാൻ വരുന്നതായിരിക്കും. അവരെ കണ്ടാൽ ചിലപ്പോൾ ഗനിയാന്ന് തോന്നിപ്പോകും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിന തഅഫുഫ്. ചില ആളുകളുണ്ട്, അവര് ദരിദ്രരായിരിക്കും, പക്ഷെ അവർ ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരാളോടും പോയി യാചിക്കൂല, ഒരാളോടും പോയി ചോദിക്കൂല. അവരേറ്റവും നല്ല മാന്യന്മാരായിട്ട് ആളുകളുടെ മുമ്പിൽ നടക്കും. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ദരിദ്രന്മാരായിരിക്കും. അവരെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞതാ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ദീന് പഠിക്കാൻ വേണ്ടി വരും. അപ്പൊ അവരുടെ വീട്ടിലത്തെ അവസ്ഥകൾ ചോദിച്ചറിഞ്ഞ് ആ വീടിൻ്റെയോടുള്ള അവരുടെ ബാധ്യതകൾ നിർവഹിക്കാൻ എല്ലാ രീതിയിലും അവര് അധ്വാനിച്ച് കൊടുക്കേണ്ട കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിനോട് ദീന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാവട്ടെ, ആ കാര്യത്തിനെല്ലാം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനു വേണ്ടി ശ്രദ്ധിക്കുകയും വേണം എന്ന് ഈ ഹദീസിന്റെ ആശയത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോ ഓരോ ആളുകളുടെയും മേലെയുള്ള ബാധ്യതയിൽ പെട്ടതാണ് അവരുടെ കീഴിലുള്ള അവരുടെ കുടുംബത്തിന്റെ കാര്യം നോക്കുക എന്നുള്ളത്. ചില ആളുകൾ ദീനിനെ മനസ്സിലാക്കി കൊടുത്ത് തെറ്റിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കിയത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം കുടുംബത്തെയും ചിലപ്പോൾ ഉമ്മയെയും ഉപ്പയെയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അവർ ഉത്തരവാദിത്തം വഹിക്കേണ്ട എല്ലാം വിട്ടെറിഞ്ഞ് ദീന് പഠിക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെ മാറിയിരുന്നു കൊണ്ട് അവരുടെ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. വലിയ അപകടമാണ്, വലിയ അപകടമാണ്. അവരോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. സലഫുകളിൽ ഒരു വ്യക്തി പറഞ്ഞത് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇൽമ് നേടാൻ വേണ്ടി യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഉമ്മാനോടുള്ള കടമ അത് നിർബന്ധമായതുകൊണ്ട് ഞാൻ അവിടെ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആലയാണ് ബറക്കത്ത് നൽകുന്നവൻ. ആ ഉമ്മക്ക് ചെയ്ത ഖിദ്മത്ത് കൊണ്ട് തന്നെ എന്റെ ഇൽമിൽ വലിയ ബറക്കത്ത് അല്ലാഹു തആല നൽകുകയുണ്ടായി എന്നുള്ളത്. അപ്പോ കുടുംബത്തിന്റെ മേലെയുള്ള കാര്യങ്ങൾ അത് നോക്കാൻ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവരാണ്. എന്നിട്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പോകാൻ പറയുമ്പോ അതോടൊപ്പം പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? അവർക്ക് അല്ലിമൂഹും, അവർക്ക് നിങ്ങൾ ദീന് പഠിപ്പിച്ചു കൊടുക്കണം. മുറൂഹും, അവരോട് ദീനിന്റെ കാര്യങ്ങൾ കൽപ്പിക്കണം. അതാണ് ആദ്യം പറഞ്ഞത്. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈ ഹദീസിൽ നിന്നുള്ള മറ്റൊരു ഫായിദ നിസ്കാരം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓരോ നാട്ടിലെയും ആളുകൾ ആ നാട്ടിൽ ഏറ്റവും ഒരാൾ ബാങ്ക് കൊടുക്കുകയും ഏറ്റവും അറിവുള്ള ആൾ ഇമാം നിൽക്കുകയും ചെയ്ത് ജമാഅത്തായി നിസ്കാരം നിർവഹിക്കണമെന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. കാരണം ഇന്ന് ഓരോ മസ്ജിദുകൾ നിർവഹിക്കുന്നത് പോലെ നാട്ടിൽ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതാണ്. ഓരോ ആളുകളും പിന്നെ ഒരു നാട്ടിലെ ആളുകൾ അവർ ഒരാൾ ബാങ്ക് കൊടുക്കുകയും അതിൽ ഏറ്റവും അറിവുള്ള ആൾ ഇമാം നിന്നുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്യുക എന്നത്. അടുത്ത ബാബു മൻ സുനിഅ ഇലൈഹി മഅറൂഫ് ഫൽയുകാഫിഉ. ആരെങ്കിലും നമുക്ക് ഒരു നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നമുക്കൊരു ഗുണമോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം ചെയ്യുക എന്നുള്ളത്. ഒരു നന്മ ഒരാൾ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. عن جابر بن عبد الله الأنصاري رضي الله عنه قال قال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സുനിഅ ഇലൈഹി മഅറൂഫ് ഫൽയജ്സിഹ്. ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യപ്പെട്ടാൽ അവൻ അതിന് പ്രതിഫലം നൽകട്ടെ, പകരം നൽകട്ടെ എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പലപ്പോഴും പരസ്പരം സഹായിക്കുന്ന ആളുകളാണ്, പരസ്പരം നന്മകൾ ചെയ്യുന്ന ആളുകളാണ്, പരസ്പരം ഗുണം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമ്മളോട് ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു നന്മ ചെയ്യുകയാണ്, ഏത് രീതിയിലാകാം, എന്തെങ്കിലും വസ്തുക്കൾ തന്നിട്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണം നൽകിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം ചെയ്തിട്ടായിരിക്കാം. ഏത് തരത്തിലാണെങ്കിലും ആരെങ്കിലും ചെയ്താൽ അതിന് പകരമായിക്കൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, അവന് പകരം നൽകട്ടെ. ഫഇല്ലം യജിദ് മാ യജ്സീഹ്. ഇനി ഒരാൾക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല, ഒരാൾ ഇങ്ങോട്ട് നമുക്കൊരു നന്മ ചെയ്തു, ഒരു സഹായം ചെയ്തു, തിരിച്ച് അങ്ങോട്ട് ചെയ്യാൻ ഒന്നുമില്ല അയാളുടെ കയ്യിൽ, അയാൾക്കൊന്നും ചെയ്യാനില്ല. ഫൽയുസ്നി അലൈഹി. അവൻ എന്ത് ചെയ്യട്ടെ? അവൻ ആ എന്ത് സഹായം ആരാണോ നമുക്ക് ചെയ്തത് അയാളോട് ഏറ്റവും നല്ല വാക്കുകൾ പറയട്ടെ, അവനോട് നന്ദി പറഞ്ഞ് അവനോട് നല്ല രീതിയിൽ പറയട്ടെ. ഫഇന്നഹു ഇദാ അസ്നാ അലൈഹി. ഒരാൾ ഇങ്ങോട്ട് ചെയ്ത ഒരാൾക്ക് പകരമായിട്ട് അയാളെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫഖദ് ശക്കറഹു, അവൻ അത് നന്ദി കാണിച്ചു, അവൻ ഇങ്ങോട്ട് ചെയ്ത നന്മക്ക് നന്ദി കാണിച്ചു. വഇൻ കതമഹു. ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്തു, നമ്മളൊന്നും മിണ്ടുന്നില്ല,
നമ്മളൊന്നും മിണ്ടുന്നില്ല, അയാളോടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ ഫഖദ് കഫറഹു, അത് നന്ദികേടാണ്. ഒരാളൊരു ഉപകാരം ചെയ്തിട്ട് അയാളോട് ഒന്നും പറയാതിരിക്കുക എന്നുള്ളത് നന്ദികേടാണ്. വമൻ തഹല്ല ബിമാ ലം യുഅത, ഒരാൾക്ക് നൽകപ്പെടാത്ത ഒരു കാര്യം ആ കാര്യം അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഫകഅന്നമാ ലബിസ സൗബി സൂർ, അവൻ കള്ളവസ്ത്രം ധരിച്ചവനെ പോലെയാണ്. അത് പറയാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ഒരാൾ ഒരു നന്മ നമുക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് പകരം ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമുക്കൊരാൾ എന്തെങ്കിലും സഹായമായിട്ടോ അല്ലെങ്കിൽ സമ്മാനമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും നൽകിയെന്ന് വിചാരിക്കാം. നമുക്ക് കഴിയുമെങ്കിൽ അവന് പകരം സഹായം ചെയ്തു കൊടുക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരെങ്കിലും എന്തെങ്കിലും നൽകി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ കൂടുതലായിട്ട് തിരിച്ചു നൽകാൻ നോക്കും. ഇനി അതില്ല എങ്കിൽ ഏറ്റവും നല്ല വാക്കെങ്കിലും പറയും. ചില ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സുനിഅ ഇലൈഹി മഅറൂഫ് ഫഖാല ലിഫാഇലിഹി ജസാകല്ലാഹു ഖൈറൻ ഫഖദ് അബ്ലഗ ഫിസ്സനാ. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് അവൻ തിരിച്ച് അയാളോട് പറയാണ് ജസാകല്ലാഹു ഖൈറ, അള്ളാഹു നിനക്ക് ഖൈർ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? അവനോടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയെങ്കിലും നമ്മുടെ വാക്ക് എന്ന് പറയണം. തിരിച്ചു ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും നല്ല വാക്കായിട്ട് ജസാകല്ലാഹു ഖൈറൻ എന്ന വാക്ക് പറയണം. പല ആളുകളും നമ്മുടെ നാടുകളിൽ നമ്മുടെ കുട്ടികളൊക്കെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അറബികളുടെ ഉപയോഗമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വാക്കാണ് എന്ത്? ജസാകല്ലാഹു ഖൈറൻ എന്നുള്ളത്. അത് നമ്മൾ ശീലാക്കണം, കുട്ടികൾ ശീലാക്കണം, വലിയ ആളുകൾ ശീലാക്കണം. പരസ്പരം എന്തെങ്കിലും നന്ദിയോ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജസാകല്ലാഹു ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ പ്രതിഫലമായി നൽകട്ടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇനി ഒരാൾ അങ്ങനെ പറയുന്നില്ല, ഒന്നും പറഞ്ഞില്ല, ഒരാൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും? നമ്മളൊരാൾക്ക് ഒരു വലിയ സഹായ ഉപകാരം ചെയ്തു കൊടുത്തു, അയാൾ തിരിഞ്ഞു നോക്കാതെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്കൊരു വിഷമം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളോട് ആരെങ്കിലും ചെയ്തിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് യഥാർത്ഥത്തിൽ നന്ദികേടാണ്, അത് ചെയ്യാൻ പാടില്ല, നന്ദികേടാണ്, ചെയ്യാൻ പാടില്ല. അവസാനത്തെ ഹദീസിൽ പറഞ്ഞത് വമൻ തഹല്ല ബിമാ ലം യുഅത, ഒരാൾക്ക് വലിയ സമ്പത്തോ അല്ലെങ്കിൽ അവന്റെ കയ്യിലൊരു സാധനം ശരിക്കും അവന്റെ കയ്യിൽ ഇല്ല, അവന്റെ സ്വത്തായിട്ടൊരു കാര്യമില്ല, പക്ഷേ അവൻ മറ്റുള്ള ആളുകളിൽ നിന്ന് വാങ്ങി മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഇത് എന്റേതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലങ്കാരം സ്വീകരിച്ച ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ ഫകഅന്നമാ ലബിസ സൗബൈ സൂർ, അവൻ കള്ളവസ്ത്രം ധരിച്ചവനെ പോലെയാണ് എന്ന് പറയുകയാണ്. അതായത് നമുക്കുള്ളതേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നമ്മൾ ധരിച്ച് ആളുകളുടെ മുമ്പിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ആളുകളുടെ മുമ്പിൽ എനിക്ക് ഇന്നതുണ്ട് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വസ്ത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ ഒക്കെ ആളുകളെ കാണിക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല. നമ്മുടെ നാട്ടിൽ പല ആളുകളും ചെയ്യുന്നത് കാണാം. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി വസ്ത്രമാവട്ടെ, വാഹനമാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാവട്ടെ, അത് ധരിച്ചിട്ട് ആളുകളെ കാണിക്കുന്നത്. ഇതെനിക്ക് കള്ളത്തരാണെന്നാണ് പറയുന്നത്, ഇത് ശരിക്കും കളവാണ്. ഇതേ ആശയത്തിൽ വേറൊരു ഹദീസ് കാണാം. ഒരിക്കൽ അസ്മാ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഖാലത് ജാഅത് ഇംറഅത്തുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരു പെണ്ണ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, ഫഖാലത് ഇന്ന ലി ദർറതൻ, എനിക്ക് ലറത്തുണ്ട്. ലറത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വേറെ ഭാര്യ, അതായത് ഒരു ഭർത്താവിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാരെ പരസ്പരം ലറത്ത് എന്ന് പറയും. അപ്പോൾ എനിക്ക് ലറത്തുണ്ട്, അഥവാ എന്റെ ഭർത്താവിന് വേറൊരു ഭാര്യയുണ്ട്. ഫഹൽ അലയ്യ ജുനാഹുൻ അൻ അതശബ്ബഅ മിൻ മാലി സൗജി ബിമാ ലം യുഅതിനി, എന്റെ ഭർത്താവ് എനിക്ക് നൽകാത്ത സമ്പത്ത് എന്റെ കയ്യിലുണ്ട് എന്ന് എന്റെ ഭർത്താവിന്റെ മറ്റുള്ള ഭാര്യയെ ഞാൻ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് കുറ്റമുണ്ടോ എന്ന് ചോദിച്ചു. അഥവാ ഭർത്താവ് ആ ഭാര്യക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ധരിച്ചിട്ട്, വസ്ത്രമോ അലങ്കാരമൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ ആ എന്റെ വർറത്തിലെ അഥവാ ഭർത്താവിന്റെ മറ്റുള്ള ഭാര്യമാരെ കാണിക്കുന്നത് കൊണ്ട് എനിക്ക് കുറ്റമുണ്ടോ ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുതശബ്ബിഉ ബിമാ ലം യുഅത കലാബിസി സൗബൈ സൂർ, ഇല്ലാത്തത് ഇട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളവസ്ത്രം, അതായത് കള്ളത്തരത്തിന്റെ വസ്ത്രം ധരിച്ച ഒരാളെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരിക്കലും എന്തിന്റെ ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യം ഇല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ നോക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.